1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം LDF സർക്കാർ പരിഷ്കരിച്ചപ്പോ 2024 പരിഷ്കരിച്ചപ്പോ പാഠപുസ്തകത്തിൽ ഗാന്ധി വധമുണ്ട്, മുഗൾ ഭരണത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞങ്ങൾ NEP നടപ്പിലാക്കിയിട്ടില്ല. NEP നടപ്പിലാക്കാൻ വേണ്ടിയല്ല PM ശ്രീയില് ഒപ്പുവെച്ചത്. PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാതെ വകുപ്പ് പോയിട്ട് ഒപ്പിട്ട് കളഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തി. ആ ഒപ്പിട്ടത് അവിടെ മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു, ക്യാപ്റ്റൻ അബയൻസ്. അന്ന് നിങ്ങൾ പറഞ്ഞെന്താ? PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് RSSുമായി ഡീലിന്റെ ഭാഗമാണ്, നരേന്ദ്രമോദിയുമായി ഡീലിന്റെ ഭാഗമാണ് എന്നല്ലേ അന്ന് പറഞ്ഞത്? അന്ന് ഡീലിന്റെ ഭാഗമാണ് എന്ന് ആവേശത്തോടെ പ്രസംഗിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം എടുത്ത് അതിന്റെ MOU എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്നും ആ MOU എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഒരു വിദ്വാനില്ലേ കേരള രാഷ്ട്രീയത്തിൽ? ഇന്ന് മന്ത്രിയല്ലേ അദ്ദേഹം. അയാളിപ്പോ തപ്പി നടക്കുക. പുള്ളി എവിടേക്കാ പോകുന്നത്? അറബിക്കടലിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഏത് രാജ്യത്ത് പോയിട്ടാണ് എറിയേണ്ടത്? അത് കേരളത്തിൽ നിന്ന് തന്നെ എറിയണോ, ഇന്ത്യയിൽ നിന്ന് തന്നെ എറിയണോ, അതോ ഇറാനിൽ പോയിട്ട് എറിയണോ, അതോ പാകിസ്ഥാനിൽ പോയിട്ട് എറിയണോ, അതോ സോമാലിയയിൽ പോയിട്ട് എറിയണോ? അതല്ല, ഈ പരിസര അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് എറിയണോ എന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുക. വളരെ സുപ്രധാനമായിട്ടുള്ള ആവശ്യമുണ്ടെന്നത് കൊണ്ടാണ് ഇന്നും മറ്റന്നാളുമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്കും LDFന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർമാരും കോർപ്പറേഷൻ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കുകയുണ്ടായി. സാധാരണ നിലയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സമരം നടത്താൻ വേണ്ടി സന്നദ്ധമാവില്ല. പക്ഷേ അങ്ങനെ ഒരു സമരം നടത്തേണ്ടുന്ന വിധത്തിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളെ വെറുപ്പിക്കുന്ന, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് VD സതീശന്റെ സർക്കാർ എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച ബജറ്റ് LDF സർക്കാർ 10,189 കോടി രൂപയാണ് ബജറ്റില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആകെ നീക്കിവെച്ചത്. ആ 10,189 കോടി രൂപ 8,655 കോടി രൂപയായി വെട്ടിച്ചുരുക്കിയിരിക്കുക. എന്ന് പറഞ്ഞാൽ കേരളത്തിലാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് LDF സർക്കാർ നൽകിയിട്ടുള്ള ഫണ്ടിൽ നിന്ന് 1,533 കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയത്. 1,533 കോടി രൂപ. ഇവിടെ പറഞ്ഞല്ലോ, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5 കോടി രൂപ, 5 കോടി രൂപയിലേറെ തുകയാണ് LDF ഗവൺമെന്റ് നീക്കിവെച്ചത്. ആ 5 കോടിയിൽ നിന്നാണ് 3 കോടിയോളം രൂപ വെട്ടിച്ചുരുക്കിയത്, 3 കോടിയിലേറെ വെട്ടിച്ചുരുക്കിയത്. എങ്ങനെയാ ഒരു തദ്ദേശ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് നാട്ടിലെ പ്രാദേശിക വികസനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക? കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും LDF സർക്കാർ ബജറ്റിന്റെ 35% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയതാണ്. ഇടതുപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളാക്കി വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ആരാധ്യനായ സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ജനകീയാസൂത്രണ പദ്ധതി 1996 നടപ്പിലാക്കിയത്. നമുക്കറിയാം, ആ ഘട്ടത്തില്
നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവില്ല. ഗ്രാമീണ മേഖലയിലാകെയുള്ള ഇടവഴികൾ, നടന്നു പോകാൻ വേണ്ടി മാത്രം സാധിക്കുന്ന വഴികൾ, ആ ഇടവഴികളെ പൂർണ്ണമായും നാട്ടുംപുറം പൂർണ്ണമായും താറിട്ട റോഡുകളാക്കി മാറ്റിയതുൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനകീയ ആസൂത്രണത്തോടെ കേരളത്തിലുടനീളം നടന്നത്. അതിന്റെ ഫലമെന്താ? നമ്മുടെ സംസ്ഥാനം ഗ്രാമ നഗര ഭേദമന്യേ വ്യത്യാസമില്ലാത്ത വിധത്തിൽ കേരളം മാറിയിരിക്കുന്നു. നഗരങ്ങളും ഗ്രാമങ്ങളും ഏതാണ്ട് ഒരുപോലെയായി മാറിയിരിക്കുന്നു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ ഇടപെടലാണ്. ആ ഘട്ടം മുതൽ ചെയ്യുന്നതല്ലേ ബജറ്റിന്റെ 35% തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. അതിന്റെ ഭാഗമായിട്ടല്ലേ LDF സർക്കാർ കേരളത്തില് 10,000-ത്തിലേറെ കോടി രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചത്. അതിൽ നിന്നാണ് 1,533 കോടി രൂപ VD സതീശൻ വെട്ടിമാറ്റിയത്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ ഫലമായി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്ക്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉണ്ട്. അതാണ് ലൈഫിന്റെ ഭാഗമായി കേരളത്തിലാകെ 5 ലക്ഷത്തിലേറെ വീട് നൽകി. UDF ഭരിക്കുന്ന സമയത്ത് ആകെ 4,000 ചിട്ടം വീടാ കൊടുത്തേ. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോ 4,000 ചിട്ടം വീടുകളാണ് പൂർത്തീകരിച്ചത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ 10 വർഷം കൊണ്ട് 5 ലക്ഷത്തിലേറെ വീടുകൾ പൂർത്തീകരിച്ചു. പൂർത്തീകരിക്കുക മാത്രമല്ല, 1,07,000-ഓളം വീടുകൾ ഇപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ വീടുകളുടെ പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാ? കുറച്ച് വീടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായവും എല്ലാ വീട്ടിലും ഇല്ല. കുറച്ച് വീടുകൾക്ക് അത് കൊടുക്കുന്ന ഗ്രാമത്തില് ഏതാണ്ട് 1.5 ലക്ഷം, നഗരത്തിൽ 1.5 ലക്ഷം ഉറുപ്പിയുണ്ട്, ഗ്രാമത്തിന് 10,73,000 ഉറുപ്പിയുണ്ട്. ബാക്കി തുക പൂർണ്ണമായും മഹാഭൂരിപക്ഷം വരുന്ന വീടുകളുടെ 4 ലക്ഷം രൂപ പൂർണ്ണമായും കേരള ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് കൊടുക്കുന്നു. PMAYന്റെ ഭാഗമായിട്ട് കുറച്ച് വീടുകൾക്ക് കേന്ദ്രത്തിന്റെ കുറച്ച് സഹായം കിട്ടും. ഇതെല്ലാമാണ്. അത് വെച്ചുകൊണ്ടാണ് കേരളത്തിലാകെ 5 ലക്ഷത്തിലേറെ വീടുകൾ നമ്മൾ പൂർത്തീകരിച്ചത്. പൂർത്തീകരിക്കാൻ വേണ്ടി ബാക്കിയുള്ള വീടുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 1 ഗഡുവും 2 ഗഡുവും ലഭിച്ച വീടുകൾ എന്ന് പറയുന്നത് 1,07,000 വീടുകളാണ്. ആ 1,07,000 വീടുകൾക്ക് അടുക്കൊന്ന് വായ്പ എടുത്തുകൊണ്ട് മറ്റുമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ വിഹിതം കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഫണ്ട് വെട്ടിച്ചുരുക്കിയാൽ എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളുടെ ഈ ഗഡുക്കൾ എങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയും? 1 ലക്ഷത്തിലേറെ വരുന്ന പാവപ്പെട്ട മനുഷ്യർ, വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അടുത്ത ഗഡു കിട്ടാണ്ടാവും. UDF സർക്കാരിന്റെ സംഭാവനയല്ലേ അത്? അടുത്ത ഗഡു കിട്ടാണ്ടാവും. 1,07,000-ഓളം വരുന്ന വീടുകളുടെ നിർമ്മാണം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതല്ലേ സംഭവിക്കുക? അതോടൊപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബയോമിത്ര ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പരിചരണം ആവശ്യമുള്ള പാവപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുന്ന നിരവധിയായ പിന്തുണയുണ്ട്. ആ പിന്തുണക്ക് വേണ്ടിയുള്ള പണം എവിടുന്ന് കണ്ടെത്തും? തദ്ദേശ സ്ഥാപനങ്ങൾ അതോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരില്ലേ? നോക്കും, മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പോലുള്ളൊരു മുനിസിപ്പാലിറ്റി ആകെ സർക്കാരിൽ നിന്ന് കിട്ടുന്നത് 5 കോടിയിലേറെ തുക. അതിൽ 3 കോടി വെട്ടിച്ചുരുക്കിയാ പിന്നെ ബാക്കി എന്ത് ചെയ്യാനാ? ഇതല്ലേ കേരളത്തിലാകെ സംഭവിക്കുന്നത്? UDF ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഫലമായി സംഭവിച്ച കാര്യമല്ലേ അത്? നിങ്ങൾ നോക്കൂ. എന്നിട്ടോ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഞങ്ങള് 5 ലക്ഷത്തിലേറെ വീട് നിർമ്മിച്ചു. 1,07,000 വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവസാന ഗഡുവിന് കൊടുക്കാൻ ബാക്കിയുള്ളൂ. ആ ഗഡു കൊടുക്കൂല. അതല്ലേ ഇതിന്റെ അർത്ഥം? അതിന്റെ ഫലം എന്താ? ഇപ്പൊ പറയാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോവാണ്. അതിന് പകരം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ?
അതിന് പകരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PMAY മതി. PMAY കഴിഞ്ഞ വർഷം മുതൽ പുതിയൊരു പ്രശ്നം വന്നു. ഈ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീടിന്റെ മുമ്പിൽ നരേന്ദ്രമോദി വഹ എന്ന് എഴുതി വെക്കണം. PMAY എന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിന്റെ വകയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള PMAYയുടെ എംബ്ലം എഴുതി വെക്കണം വീട്ടിന്റെ മുന്നിൽ. LDF സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ഒരാളുടെ വീടെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ അഭിമാനം കൂടിയ ആ വീട് ആരെങ്കിലും ഇങ്ങനെ സൗജന്യം നൽകിയതാണ്, സംഭാവന നൽകിയതാണ് എന്ന് തോന്നുക എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് LDF ഗവൺമെന്റ് കഴിഞ്ഞ വർഷം പറഞ്ഞു, കഴിഞ്ഞ വർഷം മുതലാണ് ഇത് നടപ്പിലാക്കിയാലേ ഫണ്ട് തരുമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു ആ ഫണ്ട് നമുക്ക് വേണ്ട. എന്താ കാരണം? വീടുണ്ടാക്കി കൊടുത്തിട്ട് വീടിന് മുമ്പിൽ നമ്മൾ എത്ര വീടുണ്ടാക്കി? 5 ലക്ഷത്തിലധികം വീടുണ്ടാക്കിയില്ലേ? 1,07,000 വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആ വീടുകളിൽ ഏതെങ്കിലും ഒരു വീടിന്റെ മുന്നിൽ ഇത് കേരള സർക്കാരിന്റെ വക എന്ന് പോലും പോട്ടെ മുഖ്യമന്ത്രിയുടെ വകയാണ് എന്ന് എഴുതി വെച്ചോ? ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് എഴുതി വെച്ചോ? ഏതെങ്കിലും ഒരു സർക്കാരിന്റെ വകയാണ് എന്ന് എഴുതി വെച്ചോ? സാധാരണ വീടെടുക്കാൻ കാശുള്ളവരെങ്ങനെയാണോ വീടെടുക്കുക, അതേപോലെ കാശില്ലാത്ത പാവപ്പെട്ട മനുഷ്യനും അതേപോലെ വീടുണ്ടാക്കി ആ വീട് അയാളുടെ ആ പാവപ്പെട്ട മനുഷ്യന്റെ സ്വന്തമാണ്, ആത്മാഭിമാനത്തിന്റെ ചിഹ്നമാണ് ആ വീട്. അതുകൊണ്ട് വീടുണ്ടാക്കുന്നു, കൊടുക്കുന്നു, അതോടുകൂടി നിന്നു. ഇതോ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിന്റെ മുമ്പില് എപ്പോഴും ഈ എംബ്ലം അവിടെ കിടക്കും. ഈ വീട് പ്രധാനമന്ത്രിന്റെ വകയാണ്. പ്രധാനമന്ത്രിയുടെ വകയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൊടുക്കുന്ന തുക എത്രയാ? കൊടുക്കുന്ന തുക നഗരങ്ങളിൽ 1.5 ലക്ഷം റുപ്യ, ഗ്രാമങ്ങളില് ആകെ 73,000 റുപ്യ മറ്റാണ്. എന്നാൽ വീടെടുക്കാൻ വേണ്ടി വരുന്ന ചെലവ് എത്രയാ? 4 ലക്ഷം റുപ്യ സംസ്ഥാന സർക്കാർ മൊത്തം കൊടുക്കുന്ന തുക മാത്രം മതിയാവില്ല. അതിന്റെ കൂടെ നാട്ടുകാരും ആളുകളൊക്കെ സഹായിച്ചുകൊണ്ടാണ് വീടുണ്ടാക്കുക. സ്വന്തമായി കുറച്ച് പണവും ഈ പാവപ്പെട്ടവൻ കണ്ടെത്തുന്നുണ്ടാവും. എല്ലാം ചേർന്നുകൊണ്ട് വീടെടുത്ത് കഴിഞ്ഞാൽ അവിടെ എഴുതി വെക്കണം ഇത് നരേന്ദ്രമോദിയുടെ വക, പ്രധാനമന്ത്രിയുടെ വക. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളതിനെ ശക്തമായി എതിർത്തു. നമ്മൾ ആ പണം വേണ്ടാന്ന് വെച്ചു. എന്നാൽ ഇപ്പോ മുസ്ലിം ലീഗിന്റെ മന്ത്രി പറയാണ് ആവേശത്തോടുകൂടി അങ്ങനെ എഴുതി വെക്കുന്നതിനെ കൊണ്ടെന്താ കുഴപ്പം? VD സതീശൻ പറയാണ് അത് വെറും ഒരു ദുരഭിമാനമാണ്. മിസ്റ്റർ മുഖ്യമന്ത്രി, അത് ദുരഭിമാനമല്ല. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യനും ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ നിലപാടിന് കീഴടങ്ങുന്ന സമീപനമല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ചെയ്യുന്നെന്താ? ലൈഫ് മിഷന്റെ പദ്ധതി തന്നെ അട്ടിമറിക്കുക. എന്നിട്ട് മോഡിയുടെ ഈ പേരെഴുതി വെക്കുന്ന ഏർപ്പാട് മാത്രം നടപ്പിലാക്കുക. എങ്ങോട്ടാ VD സതീശനും കൂട്ടരും കേരളത്തിൽ കൊണ്ടുപോയി വെക്കുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗിന്റെ നേതാവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണല്ലോ ഇങ്ങനെ ഒരു എംബ്ലം എഴുതി വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞത്. അയാളിപ്പോ ചെയ്യുന്നതെന്താണെന്നറിയും? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പൊ പൊടിയിടാൻ വേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDFന്റെ കൺവീനർ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് അതാണ്. PM ശ്രീ പദ്ധതി ഇന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പോലും. നിങ്ങൾ നോക്കൂ, കേരളത്തില് LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ശരിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MOUയുടെ ഒപ്പുവെച്ചു. MOUയുടെ ഒപ്പുവെക്കുന്ന സമയത്ത് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നുള്ള വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. അതായിരുന്നില്ല പ്രശ്നം. എന്തായിരുന്നു പ്രശ്നം? 2022 മുതൽ പുതിയ വിദ്യാഭ്യാസ നയം ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി. 2022 മുതൽ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഉൾപ്പെടെയുള്ള സകല സംസ്ഥാനങ്ങളിലും NEP നടപ്പിലാക്കി പുതിയ വിദ്യാഭ്യാസ നയം. ആ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്ത ഇന്ത്യ രാജ്യത്തെ അപൂർവ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം.
കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ആദ്യ വർഷവും തൊട്ടടുത്ത വർഷം 2-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. നമ്മുടെ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ മതം സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ മുഗൾ ഭരണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്തായാലും NEP നടപ്പിലാക്കിയാൽ NEP നടപ്പിലാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ CBSE സിലബസ് പരിഷ്കരിച്ചു. ആ CBSE സിലബസിൽ നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ മതത്തിന്റെ ഭാഗമില്ല, മുഗൾ ഭരണത്തിന്റെ കാര്യവുമില്ല. എന്താ കാര്യം എന്നറിയോ? മഹാത്മാഗാന്ധിയുടെ മതം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയാൽ സംഘപരിവാറുകാരനായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെയാണ് മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാനായ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നത് എന്നുള്ള ചരിത്രം കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടി വരും. RSSന് അത് പഠിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് CBSE സിലബസിൽ അതില്ല. ഇല്ലയോ? മുഗൾ ഭരണവും പഠിക്കാൻ പറ്റൂല, പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണെന്നറിയും, RSSന്റെ നറേറ്റീവ് അനുസരിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ത്യയിലേക്ക് വന്നത് അക്രമകാരികളായിട്ടാണ്. പക്ഷേ മുഗൾ ഭരണം പഠിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ, പുതിയ തലമുറ, നമ്മളെല്ലാവരും പഠിച്ചു മുഗൾ രാജാക്കന്മാർ. ആരാ മുഗൾ രാജാക്കന്മാർ? മുഗൾ രാജാക്കന്മാര് മിക്കവാറും രാജാക്കന്മാരുടെ സേനാധിപന്മാര് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്, വർഗീയവാദികളാണ് മുഗൾ രാജാക്കന്മാരെന്നാണ് RSSന്റെ നറേറ്റീവ്. എന്തിനധികം പറയുന്നു? നമ്മുടെ അക്ബർ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഓരോ ആളുകളും വ്യത്യസ്ത മതത്തിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചോട്ടെ, പക്ഷെ അതിനു പുറമെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മതം തന്നെ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ദീൻ ഇലാഹി, എല്ലാവർക്കും വിശ്വസിക്കാൻ വേണ്ടി ഒരു മതം. അതായിരുന്നു മുഗൾ രാജാക്കന്മാർ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചവർ. അവര് അക്രമകാരികളായിട്ട് വർഗീയവാദികളായിട്ട് വന്നവർ എന്നാണ് RSSന്റെ നറേറ്റീവ്. അത് മുഗൾ ഭരണത്തിന്റെ ചരിത്രം പഠിച്ചാൽ RSSന്റെ നറേറ്റീവ് ശരിയാവില്ല. RSS പറയുന്നത് എന്താ? ഇന്ത്യയില് എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തനത് ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യ ദ്രാവിഡര ചരിത്രം, ആദിമ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. മറ്റുള്ള എല്ലാം പുറത്തുനിന്ന് വന്നെയാണ്. RSSന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ ആര്യന്മാർ കൊണ്ടുവന്ന, ആര്യന്മാരും ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ്. ആദ്യ ദ്രാവിഡരെ ഇവിടെയുള്ള തനത് ജനവിഭാഗമുള്ളൂ. ഇന്ത്യയിലേക്ക് ആരൊക്കെ വന്നു? വ്യത്യസ്ത ദേശവിഭാഗങ്ങൾ, വ്യത്യസ്ത മതവിശ്വാസി വിഭാഗങ്ങൾ, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള എല്ലാ വിഭാഗവും ഉണ്ട് ഇന്ത്യയിൽ. നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് മംഗോളിയൻസിനെ കാണാം. അതുപോലെ തന്നെ അന്തമാൻ നിക്കോബാറിൽ പോയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ ജനവിഭാഗങ്ങൾ കാണാം, നീഗ്രോയിഡ്സിനെ കാണാം. എല്ലാ വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ. എല്ലാ മതവിശ്വാസികൾ എല്ലാവരും കടന്നു വന്നു. അവരെല്ലാം ചേർന്നിട്ടുള്ള സങ്കര സംസ്കാരമാണ് ഇന്ത്യൻ ദേശീയത. പക്ഷെ RSSന് ഹിന്ദുത്വ ദേശീയതയാണ് RSS മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിന് തടസ്സമാണ് മുഗൾ ഭരണത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന് തടസ്സമാണ് എന്നുള്ളത് കൊണ്ട് മുഗൾ ഭരണം പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം LDF സർക്കാർ പരിഷ്കരിച്ചപ്പോ 2024 പരിഷ്കരിച്ചപ്പോ പാഠപുസ്തകത്തിൽ ഗാന്ധി വധമുണ്ട്, മുഗൾ ഭരണത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞങ്ങൾ NEP നടപ്പിലാക്കിയിട്ടില്ല. NEP നടപ്പിലാക്കാൻ വേണ്ടിയല്ല PM ശ്രീയില് ഒപ്പുവെച്ചത്. PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാതെ വകുപ്പ് പോയിട്ട് ഒപ്പിട്ട് കളഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തി. ആ ഒപ്പിട്ടത് അവിടെ മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു, ക്യാപ്റ്റൻ അബയൻസ്. അന്ന് നിങ്ങൾ പറഞ്ഞെന്താ? PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് RSSുമായി ഡീലിന്റെ ഭാഗമാണ്, നരേന്ദ്രമോദിയുമായി ഡീലിന്റെ ഭാഗമാണ് എന്നല്ലേ അന്ന് പറഞ്ഞത്? അന്ന് ഡീലിന്റെ ഭാഗമാണ് എന്ന് ആവേശത്തോടെ പ്രസംഗിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം എടുത്ത് അതിന്റെ MOU എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്നും ആ MOU എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഒരു വിദ്വാനില്ലേ കേരള രാഷ്ട്രീയത്തിൽ? ഇന്ന് മന്ത്രിയല്ലേ അദ്ദേഹം. അയാളിപ്പോ തപ്പി നടക്കുക. പുള്ളി എവിടേക്കാ പോകുന്നത്? അറബിക്കടലിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഏത് രാജ്യത്ത് പോയിട്ടാണ് എറിയേണ്ടത്? അത് കേരളത്തിൽ നിന്ന് തന്നെ എറിയണോ, ഇന്ത്യയിൽ നിന്ന് തന്നെ എറിയണോ, അതോ ഇറാനിൽ പോയിട്ട് എറിയണോ?
അതോ പാകിസ്ഥാനിൽ പോയിട്ട് എറിയണോ? അതോ സോമാലിയയിൽ പോയിട്ട് എറിയണോ? അതല്ല ഈ പരിസര അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് എറിയണോ എന്ന് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ സോമാലിൽ പോയി എന്നാ കേട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഒമാന്റെ പരിസരത്തോ അറബിക്കടലുണ്ട്, അവിടെ പോയിട്ട് എറിയാൻ വേണ്ടി ചേർക്കുന്ന. ഒമാനിലാണോ, യമനിലാണോ, പാകിസ്ഥാനിലാണോ, അല്ലെങ്കിൽ സൊമാലിയയിലാണോ? എവിടെ വെച്ചാ ഈ പുള്ളി എറിയാൻ പോകുന്നേ? അറബിക്കടലിലേക്ക് എവിടെയും വെച്ചൊന്നും എറിയണ്ടേ? നിങ്ങൾ നോക്കി, ഇപ്പൊ ലജ്ജയില്ലാതെ ന്യായീകരിച്ച് നടക്കല്ലേ? ലജ്ജയില്ലാതെ ന്യായീകരിച്ച് നടക്കല്ലേ? നിങ്ങൾ RSSന് കീഴടങ്ങല്ലേ? മോദിക്ക് കീഴടങ്ങല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞ്? ഒപ്പിട്ട് പോയി, അതുകൊണ്ട് പിന്മാറാൻ പാടില്ല, പറ്റൂല. പഞ്ചാബ് ഗവൺമെന്റ് പിന്മാറി കേട്ടോ, പഞ്ചാബ് സർക്കാർ പിന്മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസിന്റെ MP ജബി മേത്തറും സാക്ഷാൽ അബ്ദുൾ വഹാബും പാർലമെന്റിൽ ചോദിച്ചു, ഇതൊന്ന് പിന്മാറാൻ വേണ്ടി പറ്റില്ലേ? അപ്പൊ കേന്ദ്രമന്ത്രി എന്നെ മറുപടി പറഞ്ഞ്, പിന്മാറുന്നതിന് ഒരു തടസ്സമില്ല, ഒറ്റ പ്രശ്നമുള്ളൂ, PM ശ്രീന്റെ ഫണ്ട് കിട്ടൂലെന്നേ ഉള്ളൂ. PM ശ്രീന്റെ ഫണ്ട് കിട്ടൂല എന്നുള്ളൂ, പിന്മാറുന്നതിന് ഒരു തടസ്സമില്ല. എന്തായിരുന്നു നിങ്ങളുടെ പ്രസംഗം? ഈ 300 കോടിയല്ല, 10,000 കോടി റുപ്യ കിട്ടിയാലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞവര് ഇപ്പോ ഏത് അറബിക്കടലിന്റെ പരിസരത്തുള്ള രാജ്യത്ത് പോയിട്ടാണ് ഇത് എറിയേണ്ടത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യമനിലാണോ, ഒമാനിലാണോ, പാകിസ്ഥാനിലാണോ, അതോ സോമാലിയയിലാണോ, അതുമല്ല നമ്മുടെ മറ്റേ മാലദ്വീപിലാണോ, എവിടെ പോയിട്ടാണ് എറിയേണ്ടത് ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇമാതിരി കാപട്യം വേറെ എവിടെയും കാണാനുണ്ടോ? അധികാരത്തിൽ വന്ന് 2 മാസമാകുമ്പോഴേക്ക് ഇങ്ങനെ നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല. പണ്ട് കരുണാകരനെ കുറിച്ച് അങ്ങനെയാണ് നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ചത്. വായി തുറന്നാൽ നുണ മാത്രം പറയുന്ന കരുണാകരൻ എന്നാ പണ്ട് വിളിച്ച മുദ്രാവാക്യം. ഇപ്പൊ നോക്കുമ്പോഴത്തെ ആ കടത്തു തോണിക്കാരന്റെ കടപൊടിയാണ്. കരുണാകരനെ കടത്തി വട്ടി എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ വീക്കിലി പരിപാടിയാണ്. പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ആ ദിവസം തുടങ്ങും നുണ. പെരും നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയിട്ട് ഈ കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ ഓരോന്നോരോന്നായി അട്ടിമറിച്ചുകൊണ്ട്, എന്നിട്ട് അത് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് നുണ നാഴികക്ക് 40 വട്ടം നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത്? ബെക്കാടിയുടെ മദ്യനികുതിയുടെ ഇളവ് വരുത്തിയതിലല്ലേ സംഭവിച്ചത്? എന്തായിരുന്നു വസ്തുത? നമ്മുടെ നാട്ടുകാരൻ TM ജോഷി മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഒരു നിവേദനം കൊടുത്തു. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് സഹായകരമാകുന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കണം. കശുമാങ്ങ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അനുമതി കൊടുക്കണം. ഗവൺമെന്റ് ചർച്ച ചെയ്തു, മദ്യനയത്തിൽ മാറ്റം വരുത്തി അനുമതി കൊടുത്തു. സ്പിരിറ്റിൽ നിന്നല്ല, കാർഷിക ഉൽപ്പന്നത്തിൽ നിന്ന്, ചക്കയിൽ നിന്ന്, കശുമാങ്ങയിൽ നിന്ന്, കശുമാങ്ങയിൽ നിന്ന് ഒക്കെ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി. ആ അനുമതിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്. നയം മാറ്റി. പക്ഷെ ഞങ്ങളുടെ സമയത്ത് നികുതി നിശ്ചയിച്ചില്ല. നികുതി നിശ്ചയിക്കാതെ നടപ്പിലാക്കാൻ കഴിയാതെ പോയി. എന്നാൽ ഇപ്പൊ നിലവിലെ മദ്യത്തിന്റെ നികുതി 251%. ബെക്കാടിയല്ല, ഏത് കമ്പനി കേരളത്തിൽ മദ്യം കൊണ്ടേ വിറ്റാലും 251% നികുതിയാണ്. സതീശന്റെ വക ഈ വീര്യം കുറഞ്ഞ മദ്യം കാർഷിക വിഭവങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന, അതാണ് ബക്കാടിയുടെ അപേക്ഷ. സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം 2023 മാറ്റിവെച്ച ഒരു ഫയല് ബക്കാടിയുടെ അപേക്ഷ മാറ്റിവെച്ചതാണ്. VD സതീശൻ വന്നപ്പോ ഒരാഴ്ച കൊണ്ട് ആ ഫയല് പാറി പറന്നു വന്ന് ക്യാബിനറ്റ് പോയി നേരെ ധന ബില്ലായി മാറിയിട്ട് നികുതി നിശ്ചയിച്ചിരിക്കുന്നു. എത്രയാണെന്നറിയോ? 251% 120% കുറച്ചിരിക്കുന്നു. ഒറ്റ കൊല്ലം കേരളത്തിലെ ബക്കാടി ഉൾപ്പെടെയുള്ള മദ്യ കമ്പനികൾക്ക് 600 കോടി രൂപ ലാഭം ഒറ്റ കൊല്ലം.
സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ 600 കോടി രൂപ നഷ്ടം. എന്നിട്ട് പറയാണ് LDF സർക്കാരിന്റെ നയത്തിന്റെ ഫലമായി, മദ്യനയത്തിന്റെ ഫലമായി സംഭവിച്ചത്. മദ്യനയത്തില് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്ന നയവും ഈ നികുതി നിർദ്ദേശവും തമ്മിൽ എന്താ ബന്ധം? നുണ പറയല്ലേ, തീർന്നോണ പറയല്ലേ, നുണയടിച്ചുപിടിയല്ലേ. നിങ്ങൾ നോക്കൂ, വിഴിഞ്ഞം പോർട്ട് അദാനിക്കാര് ആകെ ചെലവഴിച്ച 2400 കോടി രൂപ. എന്നിട്ട് അവരുടെ ഓഹരി 49% വിൽക്കാൻ തീരുമാനിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. അനുമതി എന്തിനു വേണ്ടിയാ? ഇത് വെക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം, രാജ്യത്തിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ പരിഗണിക്കണം. അതുകൊണ്ട് ആ മുൻകൂർ അനുമതി ഇല്ലാതെ നേരെ അദാനി പോയിട്ട് MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയായിട്ട് ധാരണയുണ്ടാക്കി. 2500-400 കോടി രൂപ ചെലവഴിച്ചവരുടെ ഓഹരി 49% മാത്രം വെക്കുമ്പോ അദാനിക്ക് കിട്ടുന്ന പൈസ എത്രയെന്ന് പറയും? 13,000 കോടി. വെള്ളരിക്കപ്പെട്ടണം 13,000 കോടി രൂപയാണ്. 2400 കോടി രൂപ ചെലവഴിച്ച കൊച്ചയടിക്ക് കിട്ടുന്നു 13,000 കോടി. എന്നിട്ട് നേരെ പോയിട്ട് കരാറുണ്ടാക്കുകയാണ്. കരാറുണ്ടാക്കുക മാത്രമല്ല, ഇങ്ങനെ കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിന് സെബിയുടെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് സെബി. ആ സെബിക്ക് വേണ്ടിയിട്ട്, അനുമതിക്ക് വേണ്ടിയിട്ട് അദാനി പോയിട്ട് നേരെ അപേക്ഷ കൊടുത്തിരിക്കുക. എങ്ങനെ ധൈര്യം വന്നു? എവിടുന്ന് കിട്ടിയ ധൈര്യം? VD സതീശൻ തലയാട്ടി കൊടുക്കാതെ കേരളത്തിന് മുഖ്യമന്ത്രി നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാതെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അങ്ങനെ സ്വന്തം നിലയിൽ പോകാനുള്ള ധൈര്യം കിട്ടുമോ? എങ്ങനെ, എവിടുന്ന് കിട്ടിയ ധൈര്യം? നിങ്ങൾ നോക്കി, കേരളത്തെ വിറ്റഴിക്കല്ലേ. നമ്മുടെ ഖനനത്തിന് വേണ്ടി, സ്വകാര്യ മേഖലയുടെ ഖനനത്തിന് വേണ്ടി അനുമതി കൊടുക്കാനുള്ള ബജറ്റ് നിർദ്ദേശം RSSന് പൂർണ്ണമായി കീഴടങ്ങുന്നു. കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായി കീഴടങ്ങുന്നു. നമ്മുടെ സർവകലാശാലകളിൽ RSSകാരെ കുത്തിച്ചെലുത്തുന്നു. മിണ്ടാട്ടുണ്ടോ? സെനറ്റിലേക്ക് RSSകാരെ നോമിനേറ്റ് ചെയ്യുന്നു. മിണ്ടാട്ടുണ്ടോ? വൈസ് ചാൻസലർമാർ RSSന്റെ താല്പര്യാർത്ഥം പ്രവർത്തിക്കുന്നു. മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് വന്ദേ മാതരം, ജനഗണമനക്ക് പകരം വന്ദേ മാതരം പാടുന്നു. അത് പൂർണ്ണമായി പാടുന്നു. പാടാൻ പാടില്ലെന്ന് പറഞ്ഞ ഭാഗവും പാടുന്നു. ഒരു പ്രതിഷേധമുണ്ടോ? ഗവർണറോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ? ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയോ? 3 MLA-മാരെ BJPക്ക് കേരളത്തിലുള്ളൂ. പക്ഷെ 3 MLA-മാരെ വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ BJPയുടെ ഭരണം നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. നരേന്ദ്ര മോഡിയുടെ താല്പര്യാർത്ഥമുള്ള ഭരണം നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ സാക്ഷാൽ VD സതീശൻ. ആ VD സതീശന്റെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകുന്ന സമീപനത്തെ ന്യായീകരിക്കുന്ന തദ്ദേശ വകുപ്പ് മന്ത്രി ഇതെടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ തദ്ദേശ വകുപ്പ് മന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബിക്കടല് യമനിൽ വെച്ചാണോ, ഒമാനിൽ വെച്ചാണോ, പാകിസ്ഥാനിൽ വെച്ചാണോ, അല്ല സോമാലിയയിൽ വെച്ചാണോ, എവിടെ വെച്ചാണ് എറിയേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ വകുപ്പ് മന്ത്രി ഒന്ന് VD സതീശനോട് ചോദിക്കണ്ടേ? അയാളല്ലേ, അദ്ദേഹമല്ലേ ധനമന്ത്രി? ഒന്ന് ചോദിക്കണ്ടേ? 1533 കോടി രൂപ എന്റെ വകുപ്പിന് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, അത് നിങ്ങൾ കൊടുക്കണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ ഈ മന്ത്രി? ഉണ്ടെന്നുണ്ടോ? എന്നിട്ട് ന്യായീകരണ തൊഴിലാളിയെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. 5 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തകിടം മറിക്കുന്നു. ആ നേട്ടങ്ങൾ തകിടം മറിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, തൊഴിലുറപ്പ് പദ്ധതി തന്നെ അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. എന്താ തീരുമാനം? ഇനി മുതല് നേരത്തെ തൊഴിലുറപ്പ് നിയമം അനുസരിച്ച് തൊഴിലിന് വേണ്ടി അപേക്ഷിക്കുന്ന ആർക്കും ഈ തൊഴിൽ നൽകണം. അതാ വ്യവസ്ഥ. എന്നാ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നറിയൂ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് അത് ദാരിദ്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർണ്ണയിക്കും, പിന്നോക്കാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർണ്ണയിക്കും. അതിനുവേണ്ടി ഒരു കമ്മിറ്റി, കേന്ദ്ര ഗവൺമെന്റിൽ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതിന്റെ അനുമതി വേണം. സംസ്ഥാനത്ത് നേരെ നടപ്പിലാക്കാൻ പറ്റില്ല.
എന്നിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിന്റെ നല്ല ശതമാനം തുക സംസ്ഥാന സർക്കാർ വിനിയോഗിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റാണ് നേരത്തെ പൂർണ്ണമായും പണം നൽകിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു സൗജന്യം പോലെയല്ല. ഒന്നായി UPA സർക്കാർ ഇടതുപക്ഷം പിന്തുണക്കുന്ന സമയത്ത് ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രി പദവി വേണ്ട, പക്ഷെ പാവപ്പെട്ടവന്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഒന്നായി UPA സർക്കാരിന്റെ സമയത്ത് CPIM ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരും ചേർന്ന് പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി നിർബന്ധം ചെലുത്തി അവസാനം മൻമോഹൻ സിംഗ് പറഞ്ഞു, എന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തത് ഇടതുപക്ഷം. അതേ ശരിയാ, സാധാരണക്കാർക്ക് വേണ്ടി സമ്മർദ്ദത്തിലാക്കി. അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിക്കുന്ന തുക അതാണ് 60% സംസ്ഥാനവും 40% കേന്ദ്രവും. അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്താ? അതിന്റെ ഫലമായി സംസ്ഥാന സർക്കാർ ബജറ്റില് ഇതിനു വേണ്ടിയുള്ള തുകയൊന്നും നീക്കി വെച്ചില്ല. നാമമാത്രമായി കുറച്ച് പണം നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ പദ്ധതി തന്നെ ഇല്ലാണ്ടാവും. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാണ്ടാവും. കേരളത്തിൽ മാത്രം ഇടതുപക്ഷം മുൻകൈയെടുത്തുകൊണ്ട് നമ്മുടെ നഗരങ്ങളിൽ, കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രത്യേക പദ്ധതി നടപ്പിലാക്കി. അതാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ UDF സർക്കാർ ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. കേരളം രാജ്യത്താകെ നരേന്ദ്രമോദി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുമ്പോ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ B ടീമായിട്ടുള്ള UDF സർക്കാർ, നരേന്ദ്രമോദിക്ക് അനുസൃതമായി തുള്ളുന്ന VD സതീശൻ സർക്കാർ ഇവിടെ പ്രത്യേകം നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാണ്ടാക്കുക. ഇത് എങ്ങോട്ടാ പോകുന്നത്? 10 വർഷം ഈ കേരളത്തിൽ നടപ്പിലാക്കിയുള്ള നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ അതെല്ലാം അട്ടിമറിച്ച് സ്വകാര്യ കോർപ്പറേറ്റുകളുടെ താല്പര്യാർത്ഥ നയം നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് പോകുന്നു. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും മറ്റന്നാളുമായി എല്ലാ മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും തദ്ദേശ പഞ്ചായത്തുകളിലേക്കുമെല്ലാം ഇത്തരത്തിലുള്ള മാർച്ച് നടക്കുന്നത്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് ഇടതുപക്ഷം ഇനിയും മുന്നേറും. അങ്ങനെ മുന്നേറുമ്പോൾ ആ പോരാട്ടത്തിന്റെ കൂടെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ നാടാകെ ഒറ്റക്കെട്ടായി അണിചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.